സ്നേഹപിതാവായ ദൈവമേ, വീണ്ടും ഒരിക്കൽ കൂടി സുവിശേഷം പ്രസംഗിക്കുവാൻ എന്നെ അനുവദിച്ചതിനോർത്ത് ദൈവമേ അങ്ങോട് നന്ദി പറയുന്നു. ശ്രവ്യ ദൃശ്യ മാധ്യമങ്ങളിലൂടെ ഈ പ്രോഗ്രാം കാണുകയും കേൾക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്യുന്നവരെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, അങ്ങ് ആഗ്രഹിക്കുന്നത് മാത്രം എൻ്റെ നാവിൻ തുമ്പിലൂടെ കടന്നു വരുവാൻ, എൻ്റെ സ്വരത്തിലൂടെ കടന്നു വരുവാൻ, എൻ്റെ നാവിൻ്റെയും ചിന്തയുടെയും ബുദ്ധിയുടെയും യുക്തിവിചാരത്തിൻ്റെയും നിയന്ത്രണം ഏറ്റെടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, ഒരു ദൈവിക ആലോചന എനിക്ക് നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം ആഗ്രഹിക്കുന്ന മാത്രം ദൈവജനത്തോട് പറയുവാനുള്ള കൃപയ്ക്ക് മേലുള്ള കൃപയാൽ എന്നെ നിറയ്ക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് വംശാവലി ഗ്രന്ഥത്തിൽ അബ്രാഹുമായിട്ടുള്ള ചിന്തകളിലേക്ക് നമുക്ക് കടന്നു പോകാം. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷത്തിൽ അബ്രാഹത്തിൻ്റെ പുത്രനായ ദാവീദിൻ്റെ പുത്രൻ യേശുക്രിസ്തുവിൻ്റെ വംശാവലി എന്ന് പറഞ്ഞുകൊണ്ടാണല്ലോ തുടങ്ങുന്നത്. അപ്പോൾ അബ്രാഹത്തിൻ്റെ ചില പ്രത്യേകതകളിലേക്ക് നമുക്ക് കടന്നു പോകാം. സാധാരണഗതിയിൽ അബ്രാഹത്തെക്കുറിച്ച് ജനത്തോട് ചോദിച്ചു കഴിഞ്ഞാൽ ആദ്യമായിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്: അബ്രാഹത്തിന് എത്ര മക്കളുണ്ടായിരുന്നു? അപ്പോൾ സാധാരണഗതിയിൽ എല്ലാവരും പറയും അബ്രാഹം, ഇസഹാക്ക്, യാക്കോബ് എന്ന് കേൾക്കുന്നുണ്ട്. അബ്രാഹത്തിന് ഒരു മകൻ മാത്രം ഉണ്ടായിരുന്നു എന്നാണ് പറയാറുള്ളത്. അബ്രാഹത്തിൻ്റെ ഭാര്യയായ സാറയ്ക്ക് ജനിച്ച മകൻ ഇസഹാക്ക്. അപ്പോൾ ഇസഹാക്കിനെ കുറിച്ച് മാത്രമാണ് ക്രിസ്തീയ ലോകത്ത് പോലും പലർക്കും പരിചയമുള്ളത്. എന്നാൽ കുറേ കൂടെ ബൈബിളുമായി ബന്ധപ്പെട്ട് വായിക്കുകയും പഠിക്കുകയും ചെയ്യുന്ന ആളുകളോട് ചോദിച്ചു കഴിഞ്ഞാൽ പറയുന്നു, എബ്രഹാമിന് ഹാഗാർ എന്ന ഒരു ദാസ്യ സ്ത്രീയിൽ ഒരു മകൻ ജനിച്ചു, ഇസ്മായിൽ എന്ന മകൻ ജനിച്ചു. വളരെ വൈകിയാണെങ്കിലും സാറയ്ക്ക് ഇസഹാക്ക് ജനിച്ചതിന് ശേഷം ഇസ്മായിലിനെയും ഹാഗാറിനെയും പുറന്തള്ളി അവരെ കുടുംബത്തിൽ നിന്ന് പുറത്താക്കപ്പെടുന്നു. അവർ പിന്നീട് ഈ പിതാക്കന്മാരുടെ വഴിയിൽ നിന്ന് മാറി നടക്കുന്നു. പക്ഷെ പിന്നീട് നമ്മൾ കുറേ കൂടെ ശ്രദ്ധിച്ച് പഠിക്കുന്ന സമയത്ത് സുവിശേഷത്തിൽ തന്നെ നമ്മൾ വായിക്കുന്നൊരു കാര്യമുണ്ട്. സാറയുടെ മരണശേഷം എബ്രഹാം വീണ്ടും ഒരു വിവാഹം കഴിച്ചു. കെത്തൂറ എന്നൊരു സ്ത്രീയെ വിവാഹം കഴിച്ചു. ആ കെത്തൂറയിൽ എബ്രഹാമിന് 6 മക്കൾ ജനിച്ചു എന്ന് സുവിശേഷം തന്നെ നമ്മളെ പഠിപ്പിക്കുന്നു. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എബ്രഹാത്തിന് 1 അല്ല 2 അല്ല 8 മക്കളുണ്ടായിരുന്നു. ഒരു സിമ്പിൾ മാത്തമാറ്റിക്സ് പറയുന്നത് 1 + 1 + 6, 3 ഭാര്യമാരിലായി എബ്രഹാമിന് 8 മക്കൾ ജനിക്കുന്നു. ഈ 8 മക്കൾ ജനിക്കുന്നുണ്ടെങ്കിലും അബ്രാഹാം അവർക്ക് തനിക്കുണ്ടായിരുന്ന ഭൗതികമായ സമ്പത്ത്, അബ്രാഹാം മഹാസമ്പന്നനായിരുന്നു. നമുക്ക് പൊതുവെ ഒരു ധാരണയുണ്ട് ക്രിസ്തീയ വിശ്വാസത്തിൽ എന്നും ദാരിദ്ര്യവും ഉപവാസവും പട്ടിണിയും ക്ഷമയും ഒക്കെയാണ് ക്രിസ്തീയ പരിപ്രേക്ഷ്യമെന്ന് പല ചിന്തയുണ്ട്. എന്നാൽ നമ്മൾ സുവിശേഷം വായിക്കുന്ന സമയത്ത് ഇവരൊക്കെ പല ആളുകളും വലിയ സമ്പന്നരായിരുന്നു. എബ്രാഹാം വലിയ സമ്പന്നനായിരുന്നു എന്നാണ് പറയുന്നത്. എബ്രാഹാമിന് ഏകദേശം 7000-ഓളം ആടുമാടുകൾ ഉണ്ടായിരുന്നു, 3000-ഓളം കഴുതകളുണ്ടായിരുന്നു, 1000-ഓളം ഒട്ടകങ്ങളുണ്ടായിരുന്നു, ഒരു 400-ഓളം പേരുടെ ഒരു സ്വകാര്യ സൈന്യം തന്നെ ഉണ്ടായിരുന്നു. അടിമകളായിട്ടുള്ള നിരവധി ആളുകളുണ്ടായിരുന്നു. അല്ലെങ്കിൽ വലിയ ആ നാട്ടിലെ ഒരു രാജാക്കന്മാർക്ക് തുല്യമായ സാമ്പത്തികമായ ഭദ്രതയും സൈനികമായ ഭദ്രതയും ജനത്തിൻ്റെ മേൽ ആധിപത്യവും ഉണ്ടായിരുന്ന വ്യക്തിയായിരുന്നു. അതോടൊപ്പം നല്ല പ്രാർത്ഥനാ ജീവിതം നയിച്ചിരുന്ന വ്യക്തിയായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ എബ്രാഹത്തിന് എങ്ങനെയാണ് ഈ വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷത്തിൽ വംശാവലി ഗ്രന്ഥം തുടങ്ങിയപ്പോൾ എങ്ങനെയാണ് ഈ അബ്രാഹത്തിൽ നിന്ന് തുടങ്ങിയത് എന്ന് മനസ്സിലാക്കണമെങ്കിൽ ഉൽപ്പത്തി പുസ്തകത്തിലെ 12-ാമത്തെ അധ്യായം മുതലുള്ള കാര്യങ്ങളൊന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റും. ചില ബൈബിൾ പണ്ഡിതന്മാർ പറയുന്നത്, നമ്മൾ ചരിത്രം എന്ന് പറയുന്നത് ഏതെങ്കിലും തരത്തിലുള്ള ഫോസിലുകളോ അല്ലെങ്കിൽ ആർക്കിയോളജി ഡിപ്പാർട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്ന ഗവേഷണങ്ങൾ നടത്തുകയോ ഭൂമിയുടെ അടിയിൽ കുഴിച്ചെടുക്കുകയോ അല്ലെങ്കിൽ ഭൂമിയുടെ മുകളിൽ തന്നെ കാണുന്ന ഏതെങ്കിലും തരത്തിലുള്ള കെട്ടിടങ്ങളോ മറ്റുള്ളതൊക്കെ കണ്ട് അതിന് തെളിവുകൾ കിട്ടുന്നതാണ് പലപ്പോഴും ചരിത്രമായിട്ട് നമ്മൾ രേഖപ്പെടുത്തുന്നത്. ആ തെളിവുകൾ കിട്ടുന്നില്ലെങ്കിൽ അത് ചരിത്രത്തിൽ നിന്ന് അത് നീങ്ങിപ്പോവുകയും ചെയ്യുന്നു. ഇപ്പോൾ കേരളത്തിൽ തന്നെ നമ്മൾ സ്കൂളിൽ ചരിത്രം പഠിക്കുന്ന സമയത്ത് ചേര, ചോള, പാണ്ഡ്യ രാജാക്കന്മാരെക്കുറിച്ച് കാണുന്നു, അല്ലെങ്കിൽ പിന്നീട് വരുന്ന വേണാട് രാജ കുടുംബത്തെക്കുറിച്ച് കാണുന്നു, അല്ലെങ്കിൽ തിരുവിതാംകൂർ രാജകുടുംബത്തെ കാണുന്നു, കോഴിക്കോട് സാമൂതിരിയെക്കുറിച്ച് കാണുന്നു, കൊച്ചിയിലെ ശക്തൻ തമ്പുരാൻ മുതലായ രാജകുടുംബത്തെക്കുറിച്ച് നമ്മൾ കാണുന്നു. ഇതിലെന്തെങ്കിലും ചരിത്രപരമായ അവശേഷിപ്പുകളുണ്ടെങ്കിൽ മാത്രമാണ് ഇതിനൊക്കെ അംഗീകാരം കിട്ടുന്നുള്ളൂ. അല്ലെങ്കിൽ അതിന് അംഗീകാരം കിട്ടുന്നില്ല. തെളിവുകളില്ലാത്തത് ചരിത്രത്തിൻ്റെ കാലയവനികയുള്ളിൽ മറഞ്ഞു പോവുകയും ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ ഈ ബൈബിൾ പഠിക്കുന്ന സമയത്ത് പലപ്പോഴും പറയാറുണ്ട്,
ഉൽപ്പത്തി പുസ്തകത്തിൽ 12-ാമത്തെ അധ്യായത്തിൽ മുതൽ പറയുന്ന എല്ലാ കാര്യങ്ങൾക്കും വ്യക്തമായ തെളിവുകളുണ്ട്. അതുകൊണ്ട് അതിനെ ചരിത്രം എന്ന് വിളിക്കുന്നു. എന്നാൽ 1-ാമത്തെ അധ്യായത്തിൽ മുതൽ 11-ാമത്തെ അധ്യായം വരെ നമ്മൾ വായിക്കുന്ന പല കാര്യങ്ങൾക്കും തെളിവുകൾ കണ്ടെത്താൻ പറ്റാത്തതുകൊണ്ട് വിശ്വാസ കണ്ണുകളോടെ മാത്രം നമ്മൾ വായിക്കുകയും അത് വായിച്ചറിയുകയും ഹൃദിസ്ഥമാക്കുകയും ചെയ്യുന്നതുകൊണ്ട് അതിനെ ഒരു പ്രീ ഹിസ്റ്ററി അല്ലെങ്കിൽ ചരിത്രാതീത ചരിത്രം എന്ന് പറയും. അല്ലെങ്കിൽ ബൈബിൾ വായിക്കാൻ പോകുന്ന സമയത്ത് ഉൽപ്പത്തി പുസ്തകത്തിലെ 1-ാമത്തെ അധ്യായം മുതൽ 11-ാമത്തെ അധ്യായം വരെ വായിക്കുന്ന സമയത്ത് ഇത് ഒരു വെൽ ഡോക്യുമെൻറ്റഡ് അല്ല, അല്ലെങ്കിൽ ഇന്നത്തെ ചരിത്ര ലോകം പറയുന്ന തെളിവുകൾ ഇല്ലാത്ത വായ്മൊഴിയായി ഇങ്ങനെ മറ്റ് വരും തലമുറകളിലേക്ക് പകർന്നു കൊടുക്കപ്പെട്ട വിശ്വാസ സത്യങ്ങളാണ് 11 വരെയുള്ള വാക്യങ്ങളിലുള്ളത് എന്ന് വെച്ച് അത് സുവിശേഷം അല്ലാതാകുന്നില്ല. അത് സുവിശേഷത്തിൻ്റെ ഭാഗം തന്നെ. ഇന്നത്തെ ശാസ്ത്രീയ പഠനങ്ങളിലൂടെ കടന്നു പോകുന്ന സമയത്ത് ആളുകളുടെ ഇടയിൽ ചോദിക്കുന്ന ചില ചോദ്യങ്ങൾക്ക് മറുപടി കൊടുക്കാൻ അതിന് തെളിവുകൾ ചിലതിൽ ഇല്ലാത്തത് കൊണ്ടാണ് നമ്മളതിനെ ഈ ചരിത്രാതീത ചരിത്രം അല്ലെങ്കിൽ പ്രീ ഹിസ്റ്ററി എന്ന് വിളിക്കുന്നത്. അപ്പോൾ ആളുകൾക്ക് പിന്നെയും പല സംശയങ്ങളുണ്ടാവും. പ്രത്യേകിച്ച് ഇന്നത്തെ കുട്ടികൾക്ക് സംശയമുണ്ടാവും. സ്കൂളിൽ പോകുന്ന ബൈബിൾ ക്ലാസ്സിൽ പോകുന്ന ഒരാൾ ഭൂമി എങ്ങനെ ഉണ്ടായി എന്ന് പറയുന്ന സമയത്ത് അവിടെ പറയുന്നു ദൈവം ഭൂമിയെ സൃഷ്ടിച്ചു, 1-ാം ദിവസം 2-ാം ദിവസം 6 ദിവസം സൃഷ്ടി കർമ്മം പൂർത്തിയാവുന്നു, 7-ാം ദിവസം ദൈവം വിശ്രമിച്ചു. ഇത് കാണാതെ പഠിക്കുന്നു. ബൈബിൾ ക്ലാസ്സിൽ പോയിട്ട് ചോദ്യം ഉത്തരം കൊടുക്കുന്നു, ബൈബിൾ ക്വസ്റ്റിന് ഉത്തരം പറയുന്നു, സമ്മാനം കിട്ടുന്നു, സന്തോഷത്തോട് വീട്ടിൽ പറ്റുന്നു. അവൻ സ്കൂളിൽ പോകുന്ന സമയത്ത് അവിടെ ഒരു 6-ാം ക്ലാസ് വരെ വലിയ കുഴപ്പമില്ല. അത് കഴിഞ്ഞാൽ അവിടെ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ പലപ്പോഴും ബൈബിളുമായിട്ട് അതിന് ഒത്തുപോകുന്നതല്ല. എങ്ങനെയാണ് മനുഷ്യനുണ്ടായ ഉടനെ ശാസ്ത്ര ക്ലാസ്സുകളിൽ 6-ാം ക്ലാസ് മുതൽ പഠിക്കുന്ന ഒരു കുഞ്ഞിനോട് ചോദിച്ചു കഴിഞ്ഞാൽ ഉടനെ പറയും കുരങ്ങൻ പരിണമിച്ച് മനുഷ്യനായി. അല്ലെ 7-ാം ക്ലാസ്സിലോ 8-ാം ക്ലാസ്സിലൊക്കെ ബയോളജി പഠിക്കുന്ന ഒരു കുഞ്ഞിനോട് ചോദിക്കുകയാണെങ്കിൽ പറയും ആദ്യം ഒരു സിംഗിൾ സെല്ലുണ്ടായി, പിന്നെ അത് മൾട്ടിപ്പിൾ സെല്ലായി മാറി, പിന്നെ അത് ആംഫിബിയായി, വെള്ളത്തിലെ ജീവിയായി, പിന്നെ വെള്ളത്തിലും കരയിലും ജീവിയായി, പിന്നെ വെർട്ടിബ്ര കോളം ഉള്ളതായി, 4 കാലിൽ നടക്കുന്ന മനുഷ്യനായി, പിന്നെ 2 കാലിൽ നിന്നു, അത് കഴിഞ്ഞിട്ട് ഉറാങ്ങുട്ടാങ്ങായി, അത് കഴിഞ്ഞിട്ട് അത് മനുഷ്യനായി പരിണമിച്ചു എന്ന് പറയും. അത് കഴിഞ്ഞിട്ട് പിന്നെ അവിടെ പഠിപ്പിക്കുന്ന വേറെ ചില കാര്യങ്ങൾ, ഡാർവിൻ ചാൾസിൻ്റെ തിയറി ഓഫ് എവല്യൂഷൻ, സ്റ്റഡി ഓൺ ദ സ്പീഷീസ്, അല്ലെങ്കിൽ അത് കഴിഞ്ഞ് വരുന്ന ജീൻ മ്യൂട്ടേഷൻ, നാച്ചുറൽ സെലക്ഷൻ എന്നൊക്കെ പറഞ്ഞിട്ട് വരുന്ന, അല്ലെങ്കിൽ ഭൂമി എങ്ങനെ ഉണ്ടായി, ബിഗ് ബാങ് തിയറി, ഒരു വലിയ പൊട്ടിത്തെറി ഉണ്ടായി, ആ പൊട്ടിത്തെറിയിൽ ഭൂമി ഉണ്ടായി, പിന്നെ ബ്ലാക്ക് ഹോൾ തിയറി, ഇങ്ങനത്തെ തിയറിയൊക്കെ പഠിച്ചു കഴിഞ്ഞിട്ട് അവിടെ അത് പഠിച്ച് കാണാതെ പഠിച്ച് പരീക്ഷ എഴുതിയാലാണ് A+ കിട്ടുള്ളൂ. അതുകൊണ്ട് കൊച്ച് അത് പഠിച്ച് അവിടെ പോയി പരീക്ഷ എഴുതണം. കുറച്ച് കഴിഞ്ഞൊരു 10-ാം ക്ലാസ് ആകുമ്പോഴേക്കും ഒരു കൺഫ്യൂഷനായി, ഇതിലേത് വിശ്വസിക്കണം, സ്കൂളിൽ പഠിച്ചത് വിശ്വസിക്കണോ ബൈബിൾ ക്ലാസ്സിൽ വിശ്വസിക്കണം. സ്കൂളിൽ പഠിപ്പിക്കുന്ന ആളുകൾ പറഞ്ഞു ഇതിനൊക്കെ ശാസ്ത്രീയമായ തെളിവുകളുണ്ട്, അതുകൊണ്ട് ഇത് വിശ്വസിക്കണം. ഇവിടെ വരുന്ന സമയത്ത് പറയുന്നു ഇത് ദൈവവചനമാണ്, അതുകൊണ്ട് വിശ്വസിക്കണം. കുറേ ആളുകൾക്കെങ്കിലും അവരുടെ വിശ്വാസം നഷ്ടപ്പെടുവാൻ ഈ സംഘർഷം കാരണമാണ്. അതുകൊണ്ട് തന്നെ കുഞ്ഞുങ്ങളെ കൃത്യമായിട്ട് കാര്യങ്ങൾ പറഞ്ഞ് പഠിപ്പിക്കുവാനായിട്ട് വേദപാഠം അധ്യാപകരും അല്ലെങ്കിൽ ബൈബിൾ ഇൻസ്ട്രക്ട് ചെയ്യുന്ന ആളുകളും ബൈബിൾ സ്കൂളിലും ബൈബിൾ കോളേജിലൊക്കെ പോകുന്ന ആളുകൾ ശാസ്ത്രീയ സത്യങ്ങളെ എങ്ങനെ ഒരു ക്രിസ്തീയ കാഴ്ചപ്പാടിൽ അതിനെ കാണണമെന്ന് പഠിപ്പിക്കണം. ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത്, ഇപ്പോഴല്ല, എനിക്ക് വയസ്സ് 63ആയി, 50 കൊല്ലം മുമ്പ് സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് എനിക്കുണ്ടായിരുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭൂമി പരന്നതാണെന്ന് സഭ 18-ാം നൂറ്റാണ്ട് വരെ പഠിപ്പിച്ചു. അത് ഗലീലി എന്നൊരു ശാസ്ത്രജ്ഞൻ അത് പരീക്ഷണം നടത്തിക്കൊണ്ട് തെളിയിച്ചു ഭൂമി ഉരുണ്ടതാണ്. അപ്പോൾ ഭൂമി ഉരുണ്ടതാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തെ പിടിച്ച് ജയിലിലിടുകയും പിന്നീട് അദ്ദേഹത്തെ വധശിക്ഷയ്ക്ക് പറഞ്ഞയക്കുകയും ചെയ്തു. അപ്പോൾ ഈ 18-ാം നൂറ്റാണ്ട് വരെ ഭൂമി പരന്നതാണെന്ന് സഭ പഠിപ്പിച്ചു, ഗലീലിക്ക് ശിക്ഷയൊക്കെ കൊടുത്തു. അത് കഴിഞ്ഞിട്ട് പിന്നെ സഭ അംഗീകരിച്ചു, ബൈബിളിൽ തന്നെ ഉണ്ട് ഭൂമി പരന്നിട്ടല്ല ഉരുണ്ടതാണ്. അപ്പോൾ ഇങ്ങനെ ഉണ്ടാകുന്ന ചില തെറ്റുകൾ പലപ്പോഴും വിദ്യാർത്ഥികളുടെ ഇടയിൽ ഇതൊരു ആശയക്കുഴപ്പത്തിന് കാരണമാകും. അതുകൊണ്ട് തന്നെ ബൈബിളിൽ പറയുന്നതൊക്കെ മണ്ടത്തരാണ്. പിന്നെ ക്രിസ്ത്യാനി മാതാപിതാക്കൾക്ക് ജനിച്ചു, ഇത്രയും കാലം പള്ളിയിൽ പോയി, ഇനി അപ്പനെയും അമ്മയും വേദനിപ്പിക്കേണ്ട, അതുകൊണ്ട് ഞാനും പള്ളിയിൽ പോയേക്കാം. പിന്നെ കുറച്ച് കഴിഞ്ഞ് ഇപ്പോഴത്തെ ആണെന്നുണ്ടെങ്കിൽ ഹയർ എഡ്യൂക്കേഷൻ ലെവലിലേക്ക് പോകുമ്പോൾ എല്ലാവരും എൻജിനീയറിങ്ങിന് പോകുന്നു, മെഡിസിന് പോകുന്നു, കേരളത്തിന് വെളിയിൽ പോയി പഠിക്കുന്നു, വേറെ കൾച്ചറിലുള്ള, ഇപ്പോൾ പിന്നെ പിള്ളേർ മുഴുവൻ കാനഡയിലും UK യിലാണല്ലോ പഠിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ പഠിച്ചു വരുമ്പോൾ അവിടെ കാണുന്ന സാമൂഹ്യ സാംസ്കാരിക വ്യവസ്ഥിതിയുമായിട്ട് ഇണങ്ങിച്ചേരുന്ന സമയത്ത് അവർക്ക് ഇതിനകത്തുള്ള വിശ്വാസം നഷ്ടപ്പെടുന്നു. അപ്പോൾ ശാസ്ത്രീയ സത്യങ്ങളെ എങ്ങനെ ഒരു ക്രിസ്തീയ കാഴ്ചപ്പാടിലോടുകൂടി പഠിക്കാം, മനസ്സിലാക്കാം എന്ന് ശരിയായൊരു ബോധ്യം നൽകിയില്ലെങ്കിൽ ഇത് പലപ്പോഴും താളപ്പിഴകൾ സംഭവിക്കുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ ഈ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് ശാസ്ത്രീയമായ വീക്ഷണങ്ങളും ചരിത്രപരമായ വീക്ഷണങ്ങളും
അല്ലെങ്കിൽ ആന്ത്രപ്പോളജി, മനുഷ്യ നരവംശ ശാസ്ത്രവുമായി ബന്ധപ്പെട്ടുകൊണ്ടൊക്കെ നിന്നുകൊണ്ട് നമുക്ക് ഈ വിഷയം പഠന വിഷയമാക്കി മാറ്റണം. ആന്ത്രപ്പോളജി പഠിക്കാൻ പോകുന്ന ആളുകൾക്കുള്ള ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചു എന്ന് നമ്മൾ ബൈബിളിൽ ഉൽപ്പത്തി പുസ്തകത്തിൽ 1-ാമത്തെ അധ്യായത്തിൽ വായിക്കുന്നു. സ്ത്രീയും പുരുഷനുമായി സൃഷ്ടിച്ചു എന്നൊക്കെ നമ്മൾ പഠിക്കുന്നു. പിള്ളേർ ചോദിക്കുന്ന 1-ാമത്തെ ചോദ്യമുണ്ട്. ആദ്യം ദൈവം ആദത്തെയും ഹൗവയെയും സൃഷ്ടിച്ചു. അപ്പോൾ 2 പേര് ഭൂമിയിലുണ്ട്, സ്ത്രീയും പുരുഷനുണ്ട്. അവർക്ക് 2 മക്കൾ ജനിച്ചു. അവർക്ക് ആദ്യം കായേൻ എന്ന മകൻ ജനിച്ചു, പിന്നെ ആബേൽ എന്ന മകൻ ജനിച്ചു. കായേൻ ആബേലിനെ കൊന്നു. കായേൻ ആബേലിനെ കൊന്നു കഴിഞ്ഞാൽ പിന്നെ അവിടെ കായേൻ മാത്രമായിട്ട് ഒരാളെ ഉള്ളൂ. പിന്നെ കായേൻ മക്കളുണ്ടായി. കായേൻ്റെ വംശാവലി ഉൽപ്പത്തി പുസ്തകത്തിൽ 4-ാമത്തെ അധ്യായത്തിൽ പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഈ കുട്ടികളൊക്കെ അല്ലെങ്കിൽ ആത്മീയമായ അറിവ് കുറവുള്ള ആളുകൾ, അത് കുട്ടിയാവണമെന്നില്ല, പ്രായമായ ആളുകളും ഇതേ ചോദ്യത്തിൽ നിൽക്കുന്ന ആളുകൾ ഇപ്പോഴും ഉണ്ട്. കായേൻ എങ്ങനെയാണ് ഭാര്യ എവിടെ നിന്ന് കിട്ടി? കായേന് എവിടെ നിന്ന് മക്കൾ എങ്ങനെ ജനിച്ചു? അവിടെ ആകെ ആദം ഹൗവയും മാത്രമേ ഉള്ളൂ. അപ്പോൾ പിന്നെ എവിടെ നിന്നാണ് പെണ്ണ് കിട്ടിയത്? എങ്ങനെയാണ് കായേന് പിള്ളേരുണ്ടായത്? എന്നൊക്കെ ഉള്ള ചോദ്യങ്ങൾ അറിവ് മൂലവും അറിവില്ലായ്മ മൂലവും പിന്നെ ചോദ്യം ചോദിച്ച് കുഴപ്പമുണ്ടാക്കി ഉത്തരം മുട്ടിച്ച് അതിൽ ഒരു ആത്മരതി കൊള്ളുന്ന ആളുകളും ഉണ്ട്. പലതരത്തിലുള്ള ആളുകളുണ്ട്. എന്തായാലും ഈ കാഴ്ചപ്പാടിൽ നിൽക്കുന്ന സമയത്ത്, നമ്മൾ സുവിശേഷത്തിലൂടെ കടന്നു പോകുന്ന സമയത്ത് ഇതൊന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ തുടർന്നുള്ള നമ്മുടെ പ്രയാണത്തിൽ വളരെ എളുപ്പമുണ്ടായിരിക്കും. ആളുകൾ ചോദിക്കുന്നൊരു ചോദ്യം ഇതാണ്: എങ്ങനെയാണ് കായേൻ വിവാഹ ജീവിതത്തിൽ പ്രവേശിച്ചതെന്ന്. ഇതിന് ഏറ്റവും ലളിതമായ ഉത്തരം ഇന്ന് ശാസ്ത്രലോകം കണ്ടെത്തിയിട്ടുണ്ട്. ആദം ഹൗവ ദമ്പതികൾക്ക് ഈ 2 മക്കൾ മാത്രമല്ല, 72 മക്കൾ, സ്ത്രീകളും പുരുഷന്മാരുമായിട്ട് 72 മക്കൾ ജനിച്ചു എന്നാണ് ശാസ്ത്രലോകം ഇന്ന് കണ്ടെത്തിയിരിക്കുന്നത്. അപ്പോൾ ശാസ്ത്രലോകം എങ്ങനെ കണ്ടെത്തി എന്നുള്ളതാണ് അടുത്ത ചോദ്യം. ഈ ലോകത്തിൽ 72 പെർഫെക്റ്റ് ജീൻസുള്ള ജനസമൂഹത്തെ DNA ആൻസിസ്ട്രി ടെസ്റ്റ് വഴി കണ്ടെത്താനായിട്ട് സാധിച്ചു. അപ്പോൾ പെർഫെക്റ്റ് ജീൻസ് ദൈവം ആദത്തെയും ഹൗവയെയും സൃഷ്ടിച്ചെങ്കിൽ അവരെ ഒരു പെർഫെക്റ്റ് ജീൻസുള്ള സമൂഹമായിട്ട് അവർ വ്യക്തികളായിട്ട് ജനിക്കുന്നു. അവർക്കുണ്ടായ മക്കൾ മുഴുവൻ പെർഫെക്റ്റ് ജീൻസുള്ള ആളുകളായി വരുന്നു. പിന്നീട് അവരിലേക്ക് തലമുറകൾ കൈമാറുന്നു. അപ്പോൾ തലമുറ കൈമാറുന്ന സമയത്ത് ഇന്ന് നമ്മുടെ ഒരു ബുദ്ധിപരമായ കാഴ്ചപ്പാട്, അല്ലെങ്കിൽ ഇപ്പോഴത്തെ നമ്മുടെ അറിവിൽ നിന്ന് നിൽക്കുന്ന സമയത്ത് നമ്മൾ മനസ്സിലാക്കുന്ന ഒരു കാര്യം, അടുത്ത രക്തബന്ധത്തിലുള്ള ആളുകൾ തമ്മിൽ വിവാഹം നടക്കുന്നില്ല, സഹോദരി സഹോദരന്മാർ തമ്മിൽ വിവാഹം നടക്കുന്നില്ല. അല്ലെങ്കിൽ ക്രിസ്തീയ സമൂഹങ്ങളിലാണെങ്കിൽ 7 തലമുറ വരെയുള്ള വിവാഹം ഒഴിവാക്കുന്നു. അല്ലെങ്കിൽ ഏറ്റവും മിനിമം 4 തലമുറ വരെയെങ്കിലുള്ള ബന്ധത്തിലുള്ള കുടുംബങ്ങളിൽ നിന്ന് വിവാഹം ഒഴിവാക്കി എടുക്കുന്നു. അപ്പോൾ ഈ പശ്ചാത്തലത്തിൽ നിൽക്കുന്ന സമയത്ത് ആദ്യ മാതാപിതാക്കളായ ആദം ഹൗവ ദമ്പതികളുടെ മകനായ എങ്ങനെ അവനൊരു വിവാഹ ജീവിതത്തിൽ കടക്കുവാനായിട്ട് ശ്രമിച്ചു, അല്ലെ സാധിച്ചു? ബൈബിളിൻ്റെ ഒരു രചനാശൈലി നോക്കുന്ന സമയത്ത് ഏറ്റവും പ്രധാനപ്പെട്ട സംഭവങ്ങളും പ്രധാനപ്പെട്ട വ്യക്തികളെ മാത്രമാണ് ഇതിനകത്ത് ഉൾപ്പെടുത്തുന്നത്. അതുകൊണ്ട് തന്നെ 72 മക്കളുണ്ടെങ്കിൽ അതിലെ പ്രധാനപ്പെട്ട വ്യക്തികളായ കായേൻ, ആബേൽ, ഇതിന് പുറമെ സേത്ത് എന്ന മകനെക്കുറിച്ചും സേത്തിൻ്റെ വംശാവലിയും നമുക്ക് പരിചയപ്പെടുത്തി തരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ കായേൻ ആരെ വിവാഹം കഴിച്ചു എന്ന് പറഞ്ഞാൽ ആദം ഹൗവ ദമ്പതികൾക്ക് ജനിച്ച 72 മക്കളിൽ ഒരാളെ ആയ ഒരു സ്ത്രീയെ വിവാഹം കഴിക്കുന്നു. അതിൻ്റെ കാരണം അന്ന് ജനിച്ച കുട്ടികൾക്കെല്ലാം പെർഫെക്റ്റ് ജീൻസുള്ള ആളുകളായിരുന്നു. അതുകൊണ്ട് തന്നെ അവർ അങ്ങനെയുള്ളൊരു വിവാഹം നടത്തിക്കൊണ്ട് അവർക്ക് ജനിക്കുന്ന മക്കൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള രോഗപീഠകളൊന്നും ഉണ്ടാകുന്നില്ല, അല്ലെങ്കിൽ രോഗപീഠകളുടെ കൈമാറ്റം സംഭവിക്കുന്നില്ല എന്നുള്ളതാണ്. ഇതാണ് ഒന്നാമത്തെ ഇതിനുള്ള ശരിയായ ശാസ്ത്രീയമായ ഉത്തരം. 2, ഈ ആദം ഹൗവ ദമ്പതികളുടെ കാലഘട്ടത്തിന് ശേഷം ഏകദേശം 3500 വർഷങ്ങൾക്ക് ശേഷമാണ് മോശ തൻ്റെ നിയമങ്ങൾ എഴുതി കൊടുക്കുന്നത്. നമുക്കെല്ലാവർക്കും അറിയാം, സീനായി മലയുടെ മുകളിൽ വെച്ച് ദൈവം 10 കൽപ്പനകൾ മോശയ്ക്ക് എഴുതി കൊടുത്തു. അത് ദൈവം തൻ്റെ കൈപ്പടയിൽ കൊണ്ട് കല്ലിൽ എഴുതി കൊടുത്ത 10 കൽപ്പനകൾ. ഈ 10 കൽപ്പനകൾക്ക് പുറമെ ഹൊറേബ് മലയുടെ മുകളിലിരുന്ന് 40 ദിനരാത്രങ്ങൾ പ്രാർത്ഥിച്ച സമയത്ത് മോശ ദൈവജനത്തിന് ഒരു ക്രമമുണ്ടാകുവാൻ വേണ്ടി 613 നിയമങ്ങൾ എഴുതി കൊടുത്തു.
ഈജിപ്തിലെ നിയമങ്ങളെക്കുറിച്ചുള്ള നല്ല അറിവ് മോശയ്ക്ക് ഉണ്ടായിരുന്നു. മെസപ്പൊട്ടോമിയയിലെ ഹമ്മുറാബിയുമായി ബന്ധപ്പെടുത്തിക്കൊണ്ടുള്ള നിയമങ്ങളെക്കുറിച്ച് അറിവുകളും മോശയ്ക്ക് ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇതിൽ നിന്ന് വ്യത്യസ്തമായി 613 നിയമങ്ങൾ മോശ എഴുതി കൊടുക്കുന്നു. ആ നിയമങ്ങൾ എഴുതി കൊടുത്ത സമയത്താണ് വിവാഹത്തെ സംബന്ധിച്ചുള്ള നിയമങ്ങൾ മോശ എഴുതി കൊടുക്കുന്നത്. അല്ലെങ്കിൽ വിവാഹമോചനത്തെ സംബന്ധിച്ചുള്ള നിർദ്ദേശങ്ങൾ, വിവാഹത്തെക്കുറിച്ച് മാത്രമല്ല വിവാഹമോചനത്തെക്കുറിച്ചുള്ള നിർദ്ദേശങ്ങൾ കൊടുക്കുന്നു. മാതാപിതാക്കളെ എങ്ങനെയാണ് മക്കൾ പരിരക്ഷിക്കുന്നതിനെക്കുറിച്ചുള്ള ഉപദേശങ്ങൾ കൊടുക്കുന്നു. അപ്പോൾ ആ കാലഘട്ടം മുതലാണ് ബന്ധുക്കൾ തമ്മിലുള്ള അല്ലെങ്കിൽ സഹോദരി സഹോദരന്മാർ തമ്മിലുള്ള വിവാഹത്തെ നിയമപരമായി തടയുന്നത്. അതിനു മുൻപ് തന്നെ ഇപ്പോൾ ദാവീദിൻ്റെ മകനായ അബ്നോൻ തൻ്റെ സഹോദരി താമാറിനെ ലൈംഗികമായി പീഡിപ്പിക്കുകയും പിന്നീട് അബ്സലോം വന്ന് അമ്നോനെ കൊന്നുകളയൊക്കെ ചെയ്യുന്നുണ്ട്. അതിനു മുൻപ് ഈ മോശ നിയമം എഴുതി കൊടുക്കുന്നതിന് മുൻപ് തന്നെ സ്വന്തം സഹോദരി സഹോദരന്മാർ തമ്മിലുള്ള അല്ലെങ്കിൽ അടുത്ത ബന്ധുക്കൾ തമ്മിലുള്ള വിവാഹത്തെ ഒരു ധാർമ്മിക പ്രശ്നത്തിൽ അന്നും അതിനെ എതിർത്തിട്ടുള്ള നിലപാടുകൾ ഉണ്ട്. യാക്കോബ് തൻ്റെ 12 മക്കളിൽ ഒരുവൻ യാക്കോബിൻ്റെ തൻ്റെ ഉപനാരിയുമായിട്ട് ലൈംഗിക തിന്മ ചെയ്യുകയും അതുകൊണ്ട് തന്നെ അവനെ അനുഗ്രഹിക്കുന്ന സമയത്ത് നീ ചെയ്തത് തെറ്റാണെന്ന് അവനെ ക്രമപ്പെടുത്തുകയും ചെയ്യുന്നു. അപ്പോൾ ധാർമ്മിക നിയമങ്ങളുണ്ടായിരുന്നു. എന്നാൽ കർശനമായ നിയമം, എഴുതപ്പെട്ട നിയമത്തിലേക്ക് വരുന്നത് മോശയുടെ കാലഘട്ടത്തിലാണ്. അപ്പോൾ അതുവരെ ഈ ഇത്തരം വിവാഹങ്ങൾ നടന്നു കഴിഞ്ഞാൽ അതിനാൽ തന്നെ ഒരു തെറ്റില്ല, എങ്കിലും ഒഴിവാക്കപ്പെടാവുന്നത് മാത്രം ഒഴിവാക്കപ്പെടുന്നു. അതുകൊണ്ട് കായേന് എങ്ങനെ മക്കൾ ജനിച്ചു എന്നുള്ള ചോദ്യം തന്നെ അപ്രസക്തമായി പോവുകയാണ്. അതുകൊണ്ട് തന്നെ ഈ ആദം മുതലുള്ള വംശാവലി കടന്നു വരുന്ന സമയത്ത് അബ്രഹാമിൻ്റെ അടുത്ത് വരുന്ന സമയത്ത് എബ്രഹാമിന് ദൈവം നൽകുന്ന ഒരു നിർദ്ദേശമുണ്ട്. ഊർ ദേശത്ത് ജനിച്ചു വളർന്ന അബ്രഹാമിനോട് പറയുന്നു, ഊർ ദേശം വിട്ട് കാനാൻ ദേശത്തേക്ക് പോകാൻ പറയുന്നു. വിവാഹിതനാണ്, മക്കളില്ല, നല്ല സാമ്പത്തിക സുസ്ഥിതിയുള്ള എബ്രാഹാം. പക്ഷേ ദൈവത്തിൻ്റെ നിർദ്ദേശം അനുസരിച്ചുകൊണ്ട് ദൈവം പറഞ്ഞ ദേശത്തേക്ക് കടന്നു പോകുന്നു. ഉൽപ്പത്തി പുസ്തകത്തിൽ 12-ാമത്തെ അധ്യായത്തിൽ കടന്നു വരുന്ന സമയത്ത് ദൈവം എബ്രഹാമിനെ കൊടുത്ത അനുഗ്രഹങ്ങളെക്കുറിച്ച് നമ്മൾ വായിക്കുന്നുണ്ട്. ആ അനുഗ്രഹങ്ങൾ ഇതാണ്. ഊർ ദേശം വിട്ട് കാനാൻ ദേശത്തേക്ക് പോകുന്ന സമയത്ത് 7 അനുഗ്രഹങ്ങളാണ് ദൈവം എബ്രഹാമിനെ കൊടുക്കുന്നത്. നിന്നെ ഞാൻ അനുഗ്രഹിക്കും, നീ ഒരു അനുഗ്രഹമായി തീരും, നീ അനുഗ്രഹിക്കുന്നവരെല്ലാം അനുഗ്രഹീതരായി തീരും, നിൻ്റെ പേര് ഞാൻ മഹത്തരമാക്കും, നിന്നെ ശപിക്കുന്നവരെ ഞാനും ശപിക്കും, നിന്നെ ദേശം നീ കൈവശമാക്കും. ഇങ്ങനെ 7 അനുഗ്രഹങ്ങൾ ദൈവം എബ്രഹാമിനെ നൽകുന്നു. അതുകൊണ്ട് തന്നെ ദൈവം അബ്രഹാം ആ ദൈവികമായ ഇടപെടലിനോട് പ്രതികരിക്കുന്ന സമയത്ത് വിശ്വസ്തയോടുകൂടിയും നീതിയോടും കൂടി എബ്രഹാം പ്രവർത്തിക്കുന്നു. അത് എബ്രഹാമിൻ്റെ ജീവിതത്തിൽ വലിയ അനുഗ്രഹമായി മാറുകയും ചെയ്യുന്നു. പക്ഷേ എങ്കിൽ പോലും എബ്രഹാത്തിൻ്റെ ജീവിതത്തിൽ കടന്നു വരുന്ന സമയത്ത് വീണ്ടും പ്രയാസങ്ങൾ കടന്നു വരുന്നു. ആ കടന്നു വരുന്ന സമയത്ത് വലിയ പ്രതികൂലങ്ങളിലൂടെയും പ്രതിസന്ധികളിലൂടെയും കടന്നു പോകുന്ന സമയത്ത് ഉൽപ്പത്തി പുസ്തകത്തിൽ 12-ാമത്തെ അധ്യായത്തിൽ 7-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. ദൈവം എബ്രഹാമിനോട് പറയുന്നുണ്ട്, ഈ ദേശം നിനക്കും നിൻ്റെ സന്തതികൾക്കുമായി ഞാൻ നൽകുമെന്ന്. ഇന്ന് ഇസ്രായേലിലെ ഇപ്പോൾ ഫെലിസ്തീനും ഇസ്രായേൽക്കാരും തമ്മിൽ യുദ്ധം നടക്കുന്ന സമയത്ത് ഇസ്രായേൽക്കാർ പറയുന്ന ഒരു കാര്യമുണ്ട്, ഇത് പിതാവായ എബ്രാഹാമിന് ദൈവം കൊടുത്താണ്, അതുകൊണ്ട് ഇത് ഞങ്ങൾക്ക് അവകാശപ്പെട്ട ഭൂമിയാണ്. എന്നാൽ ഈ ഹമാസ് ഉൾപ്പെടെയുള്ള സംഘത്തിൽപ്പെട്ട ആളുകൾ പറയുന്നത് 1948 ജൂതരാഷ്ട്രം സ്ഥാപിക്കുന്നത് വരെ ഈ പ്രദേശം മുഴുവൻ ഞങ്ങളുടെ പിതാക്കന്മാർ, ഞങ്ങളുടെ പൂർവികരിരുന്ന സ്ഥലമാണ്, അതുകൊണ്ട് ഇത് ഞങ്ങൾക്ക് അവകാശപ്പെട്ട സ്ഥലമാണ്. ഇപ്പോൾ തർക്കം മുഴുവൻ തുടങ്ങുന്നത് ഇന്ന് ഇന്നലെയല്ല, എബ്രാഹാം മുതലുള്ള കാലഘട്ടത്തിൻ്റെ ബന്ധപ്പെടുത്തിക്കൊണ്ടാണ്. ഈ കാലഘട്ടത്തിലും എബ്രാഹാം മണ്ണടിഞ്ഞു പോയിട്ട് ഏകദേശം 5000 വർഷമായി. 5000 വർഷം കഴിഞ്ഞിട്ട് ഇപ്പോഴും ഈ തർക്കമാണ് ഇപ്പോഴും ഈ രാജ്യങ്ങളിൽ തമ്മിൽ നിലനിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ എബ്രഹാമിൻ്റെ ജീവിതത്തിലുണ്ടായ പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്ന സമയത്ത് നമ്മൾ ചില കാര്യങ്ങൾ നമ്മൾ ആഴത്തിൽ പഠിക്കേണ്ട കാര്യങ്ങളുണ്ട്. ഉൽപ്പത്തി പുസ്തകത്തിലെ 15-ാമത്തെ അധ്യായത്തിൽ കടന്നു വരുന്ന സമയത്ത് ദൈവം ആയിട്ട് ഒരു സംഭാഷണം എബ്രഹാം നടത്തുന്നുണ്ട്. ദൈവം എബ്രഹാമിനോട് പറയുന്നത് ഒരുപാട് അനുഗ്രഹങ്ങളെക്കുറിച്ച് പറയുന്നു. ആകാശത്തിലെ നക്ഷത്രങ്ങളിലേക്ക് നോക്കുക, നക്ഷത്രങ്ങളെ എണ്ണിത്തീർക്കാൻ നിനക്ക് സാധിക്കുമോ? അത്രയും മക്കളെ നൽകിക്കൊണ്ട് അനുഗ്രഹിക്കുമെന്ന് ദൈവം ഒരു വാഗ്ദാനം ചെല്ലുന്നു. രണ്ടാമത് പറയുന്നു, നീ
കടൽ തീരത്തെ മണൽത്തരികൾ പോലെ നിൻ്റെ മക്കളെ വർദ്ധിപ്പിക്കും, ഞാൻ നിന്നെ ഒരു അനുഗ്രഹമാക്കി മാറ്റും. ഇതൊക്കെ പറയുന്നുണ്ടെങ്കിൽ ദൈവിക വാഗ്ദാനം ലഭിക്കുന്നുണ്ടെങ്കിലും അബ്രഹാമിന് പുത്രൻ ജനിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ അബ്രഹാത്തിന് ഒരു ദിവസം ദൈവവുമായിട്ട് സംസാരിക്കുന്ന സമയത്ത് മുഖാഭിമുഖം അബ്രഹാം സംസാരിച്ചു എന്നാണല്ലോ പറയുന്നത്. അബ്രഹാമിന് പറയുന്നൊരു കാര്യമുണ്ട്, എനിക്ക് മക്കളില്ല, പിന്നെ എനിക്ക് എന്ത് അനുഗ്രഹം കിട്ടിയിട്ട് എന്ത് പ്രയോജനമെന്നാണ് അബ്രഹാം ചോദിക്കുന്നത്. ആ ചോദ്യം ചോദിക്കുന്ന സമയത്ത് ദൈവം കൊടുക്കുന്നൊരു മറുപടിയുണ്ട്. അബ്രഹാം ദൈവത്തോട് പറയാണ്, എൻ്റെ അടിമയായ എലിയാസറായിരിക്കും എനിക്കുള്ള ഭൂമി സ്വത്തുക്കളുടെയൊക്കെ അവകാശി, കാരണം എനിക്ക് മക്കളില്ല. എലിയാസറായിരിക്കും അവകാശി. അപ്പോൾ ദൈവം കൊടുക്കുന്നൊരു മറുപടിയുണ്ട്, എലിയാസറല്ല നിൻ്റെ അവകാശി, നിൻ്റെ പുത്രൻ തന്നെയായിരിക്കും നിൻ്റെ അവകാശി എന്ന്. ആ അവകാശിയാണെന്ന് പറയുന്ന സമയത്ത് എബ്രഹാത്തിന് ഒരു സ്ഥിരത വരാത്തതുകൊണ്ട്, അല്ലെങ്കിൽ സംശയം വീണ്ടും വീണ്ടും പ്രബലപ്പെട്ട് വന്നതുകൊണ്ട് തന്നെ നമ്മൾ കാണുന്നു ദൈവം എബ്രഹാമായിട്ടുള്ള ഒരു ഉടമ്പടി സ്ഥാപിക്കുന്നു. ആ ഉടമ്പടി സ്ഥാപിക്കുന്നത് നമ്മൾ 15-ാമത്തെ അധ്യായത്തിൽ വായിക്കുന്നുണ്ട്. ആ ഉടമ്പടി അന്ന് ആ കാലഘട്ടങ്ങളിലുള്ള ഉടമ്പടി ഒരു ബ്ലഡ് കവനൻ്റ് എന്നൊക്കെ പറയും, രക്തം ചിന്തിയാണ് ഏത് ഉടമ്പടിയും ഉറപ്പിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ എബ്രഹാം ദൈവവുമായിട്ടുള്ള ഉടമ്പടിക്ക് തയ്യാറാകുവാൻ ദൈവം എബ്രഹാമിനെ ഉപദേശിക്കുന്നു. ഇന്നും ആർമീനിയ പോലുള്ള ചില രാജ്യങ്ങളിൽ ഇത്തരം ഉടമ്പടികൾ വ്യക്തികൾ തമ്മിൽ ഇപ്പോഴും സംഭവിക്കുന്നുണ്ട്. അവിടെ നമ്മൾ വായിക്കുന്നുണ്ട്, ഒരു പ്രാവിനെ, ആടിനെ, ഒരു കാളയെയും നടുവിലൂടെ രണ്ടായിട്ട് കീറുന്നു, അതിനെ രണ്ട് ഭാഗത്തേക്കും അതിനെ പിരിച്ച് കിടത്തുന്നു. ആ കിടത്തി കഴിഞ്ഞുകൊണ്ട് ഈ ഉടമ്പടി ഉറപ്പിക്കുന്ന ആളുകൾ ഇതിൻ്റെ ഇടയിലൂടെ നടക്കുകയാണ് പദ്ധതി. ആ രക്തം ചിന്തി ഈ മൃഗങ്ങളെ കൊന്ന് ആ രക്തത്തിൻ്റെ നടുവിലൂടെ നടന്നു പോകുന്ന സമയത്താണ് ഉടമ്പടി ഉറപ്പിക്കുന്നു എന്നാണ് അന്ന് കാലത്തുള്ള ആളുകളുടെ ഒരു വിശ്വാസം. എബ്രഹാം ഇത്തരത്തിൽ ഈ മൃഗത്തെ കൊന്ന് ബലിപീഠം ഒരുക്കി, ബലിവസ്തുക്കൾ ഒരുക്കി വെച്ച് നിൽക്കുന്ന സമയത്ത് നമ്മൾ ബൈബിളിൽ വായിക്കുന്നു, അവിടെ ആഴമായ ഒരു ഇരുട്ട് വ്യാപിച്ചു. എബ്രഹാം ഒരു ഗാഠനിദ്രയിലായി പോയി. നമ്മൾ ആദ്യം വായിക്കുന്നുണ്ട്, ആദത്തെ ഗാഠനിദ്രയിലാക്കി ആണ് ദൈവം ഹവ്വയെ സൃഷ്ടിക്കാൻ ആദത്തിൻ്റെ വാരിയലുകൾ എടുത്ത് ഹവ്വയെ സൃഷ്ടിക്കുന്നത്. അപ്പോൾ ആദം ഗാഠനിദ്രയിലായതുപോലെ തന്നെ എബ്രഹാമും ഒരു ഗാഠനിദ്രയിലായി പോകുന്നു. ആ ഗാഠനിദ്രയിലായ സമയത്ത് ഉടമ്പടി ഉറപ്പിക്കണേ ഇതിൻ്റെ ഉള്ളിലൂടെ നടന്നു പോകുന്നു. നമ്മൾ തുടർന്ന് സുവിശേഷത്തിൽ നമ്മൾ വായിക്കുന്നു, ദൈവം അഗ്നിരൂപത്തിൽ കടന്നു വന്ന് ഈ പിളർത്തിയിട്ട മൃഗങ്ങളുടെയും പക്ഷികളുടെയും ഇടയിലൂടെ ദൈവം മുന്നോട്ട് നടക്കുകയും, അല്ലെങ്കിൽ അഗ്നി മുന്നോട്ടും പുറകോട്ടും പോവുകയും, അബ്രഹാം ഗാഠനിദ്രയിലായി, ഇരുട്ടിലായി, അല്ലെങ്കിൽ പ്രജ്ഞ നഷ്ടപ്പെട്ട് കിടക്കുന്ന സമയത്ത് ദൈവം തന്നെ നേരിട്ട് ഇറങ്ങി വന്നുകൊണ്ട് ഈ ഉടമ്പടി ഉറപ്പിക്കുന്നു. ഉടമ്പടി ഉറപ്പിക്കുന്നു എന്ന് പറഞ്ഞാൽ ഈ ദേശം, കാനാൻ ദേശം എബ്രഹാത്തിനും സന്തതി പരമ്പരകൾക്കായി നൽകുമെന്ന ഉടമ്പടി ഉറപ്പിക്കുന്നു. അതുപോലെ തന്നെ എബ്രഹാത്തിന് സന്തതികൾ ജനിക്കുമെന്നും, ആകാശത്തിലെ നക്ഷത്ര സമൂഹങ്ങളെപ്പോലെ, കടൽ തീരത്തെ മണൽത്തരികൾ പോലെ മക്കളുണ്ടാവുമെന്ന് വാഗ്ദാനം ചെയ്യുന്നു. ഇന്ന് നമ്മൾ നോക്കുന്ന സമയത്ത് ലോക ജനസംഖ്യ 700 കോടിയായെന്ന് പറയപ്പെടുന്നു. ഓരോ ദിവസം പല പല കണക്കുകളാണ് വരുന്നത്. 800 കോടിയായെന്ന് വേറെ ചില സംഘടനകൾ പറയുന്നു. എന്തു തന്നെ ആയാലും നമ്മൾ കാണുന്നൊരു വസ്തുത, ലോക ജനസംഖ്യയിൽ ഏകദേശം 200 കോടി ജനം വിവിധ ക്രൈസ്തവ സഭാസമൂഹങ്ങളിൽപ്പെട്ട ആളുകളാണ്. 120 കോടിയോളം ഇസ്ലാം മത വിശ്വാസികളാണ്. ഏകദേശം ഒരു 5 കോടി യഹൂദ മതവിശ്വാസത്തിൽപ്പെട്ട ആളുകളാണ്. നമ്മൾ കണക്കുകൂട്ടി നോക്കുന്ന സമയത്ത് ലോക ജനസംഖ്യയുടെ 40% എബ്രാഹമിക് റിലിജൻ എന്ന് പറയുന്ന, അല്ലെങ്കിൽ സെമിറ്റിക് മതങ്ങൾ എന്ന് പറയുന്ന, എബ്രാഹമാണ് തങ്ങളുടെ പിതാവെന്ന് ഏറ്റു പറയുന്ന. ഇപ്പോൾ നമ്മൾ അബ്രാഹത്തിൻ്റെ ദൈവമേ, ഇസാക്കിൻ്റെ ദൈവമേ, യാക്കോബിൻ്റെ ദൈവമേ എന്ന് പറയുന്ന സമയത്ത് മുസ്ലിം മതവിഭാഗങ്ങളിൽപ്പെട്ട ആളുകൾ എബ്രാഹത്തിനെയും ഇസ്ഹാക്കിന് പകരം ഇസ്മായിലിനെയും തുടർന്ന് മുഹമ്മദ് നബിയിൽ വന്നു നിൽക്കുന്ന ഒരു വംശപരമ്പരയെക്കുറിച്ച് പറഞ്ഞുകൊണ്ട് അവർ ഇസ്ലാം മതത്തെക്കുറിച്ച് പറയുന്നു. യഹൂദന്മാർ ആണെങ്കിൽ പഴയ നിയമത്തിൽ ദാവീദ് വരെയുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട്, അല്ലെങ്കിൽ രാജാക്കന്മാരുടെ കാര്യം പറഞ്ഞുകൊണ്ട്, ഒരു ഇസ്രായേലിനെ നഷ്ടപ്പെട്ട ദേശം ദൈവം തിരികെ കൊടുക്കുമെന്ന് പറഞ്ഞുകൊണ്ട് അവർ നടക്കുന്നു. അല്ലെങ്കിൽ അന്ന് ദൈവം എബ്രഹാമിന് നൽകിയൊരു വാഗ്ദാനം, ദേശം അവകാശമാക്കും, ജനം പെരുകും,
അല്ലെങ്കിൽ നിന്നിലൂടെ ലോകം മുഴുവൻ, ലോകത്തിലെ എല്ലാ ജനവിഭാഗങ്ങളും അനുഗ്രഹിക്കപ്പെടുമെന്ന വാഗ്ദാനം. ആ വാഗ്ദാനങ്ങളിലൂടെ കടന്നു പോകുന്ന സമയത്ത് നമുക്കിന്ന് കാണാനായിട്ട് കഴിയുന്നു, എബ്രാഹിം തൻ്റെ പിൻതലമുറയിൽപ്പെട്ട ആളുകളിലൂടെ ലോകം മുഴുവൻ അനുഗ്രഹിക്കപ്പെടുന്നു. ഇന്ന് ഏറ്റവും കൂടുതൽ കണ്ടുപിടുത്തങ്ങൾ നടത്തിയിട്ടുള്ളത് യഹൂദ ജനവിഭാഗങ്ങളിൽപ്പെട്ട ആളുകളാണ്. അല്ലെങ്കിൽ ഇന്ന് ഏറ്റവും കൂടുതൽ സാമൂഹ്യ സേവന വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾ നടത്തുന്നത് ക്രിസ്തീയ മതവിശ്വാസത്തിൽപ്പെട്ട ആളുകളാണ്. അപ്പോൾ ഇതെല്ലാം എബ്രാഹിമുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിൽക്കുന്ന മതവിശ്വാസങ്ങൾ, ആചാരങ്ങൾ ലോകം മുഴുവൻ പ്രചരിക്കുന്നു. അതുകൊണ്ട് തന്നെ എബ്രാഹിമിൻ്റെ ദൈവമേ എന്ന് പറഞ്ഞ് നമ്മൾ പ്രാർത്ഥിക്കുന്ന സമയത്ത് എബ്രാഹിമിന് ഉണ്ടായ 8 മക്കൾ, അതിൽ നിന്ന് വാഗ്ദാന സന്തതി അല്ലെങ്കിൽ തിരഞ്ഞെടുക്കപ്പെട്ട സന്തതിയായ ഇസഹാക്കിന് നൽകുന്ന പ്രത്യേകമായ അനുഗ്രഹം. എബ്രാഹിം തൻ്റെ 8 മക്കൾക്കും ഭൗതികമായ നന്മകൾ പങ്കുവച്ചു കൊടുത്തപ്പോൾ ദൈവത്തിൽ നിന്ന് ലഭിച്ച ആത്മീയമായ കൃപകളും അനുഗ്രഹങ്ങളും വരങ്ങളും തൻ്റെ വാഗ്ദാന സന്തതിയായ ഇസഹാക്കിന് മാത്രം നൽകുന്നു. അതുകൊണ്ട് തന്നെ ഈ എബ്രാഹിത്തിൽ നിന്ന് ലഭിച്ച അനുഗ്രഹം ഇസഹാക്കിനും, ഇസഹാക്കിൽ നിന്ന് ലഭിച്ച അനുഗ്രഹം യാക്കോബിനും, യാക്കോബിന് ലഭിച്ച അനുഗ്രഹം 12 ഗോത്രങ്ങളിലേക്കും പകരപ്പെടുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ സുവിശേഷം വായിക്കുന്ന സമയത്ത്, വിശുദ്ധ മത്തായിയുടെ സുവിശേഷം വായിക്കുന്ന സമയത്ത് അബ്രാഹാമിൽ നിന്ന് തുടങ്ങുന്ന വംശാവലിക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ട് വിശുദ്ധ മത്തായി യഹൂദജനത്തെ അഭിസംബോധന ചെയ്യുന്നതുകൊണ്ട് സുവിശേഷ രചന നടത്തും. നമുക്ക് വരും ദിവസങ്ങളിൽ ഇതിൻ്റെ ബാക്കി ഭാഗങ്ങൾ കേൾക്കാം. ഒരു നിമിഷം നമുക്ക് കണ്ണുകളടയ്ക്കാം, പ്രാർത്ഥിക്കാം. സ്നേഹപിതാവായ ദൈവമേ, ഈ വചനപ്രഘോഷണം കേട്ടുകൊണ്ടിരിക്കുന്ന മുഴുവൻ ആളുകളെയും അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. സുവിശേഷത്തിൽ പറയുന്ന വിവിധ വംശാവലികൾ വായിക്കുവാനും പഠിക്കുവാനുള്ള കൃപ ഞങ്ങൾക്കെല്ലാവർക്കും നൽകണമെന്ന് യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. എല്ലാ നാമങ്ങൾക്കും മേലായ യേശുവിൻ്റെ നാമം, കർത്താവേ, യേശുവിൻ്റെ നാമം മഹത്വപ്പെടട്ടെ. ലോകം മുഴുവൻ സുവിശേഷം പകരപ്പെടട്ടെ. ലോകത്തിൻ്റെ അതിർത്തികൾ വരെ സുവിശേഷം എത്തിച്ചേരട്ടെ. നവ മാധ്യമങ്ങളിലൂടെ, ഇലക്ട്രോണിക് മാധ്യമങ്ങളിലൂടെ, ടെലിവിഷൻ മാധ്യമങ്ങളിലൂടെ സുവിശേഷം ഇന്ന് വരെ എത്തിച്ചേരാത്ത രാജ്യങ്ങളിലും വ്യക്തികളിലും സ്ഥലങ്ങളിലുമെല്ലാം സുവിശേഷം എത്തിച്ചേരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതിനായി സഹായിക്കുന്ന മുഴുവൻ ആളുകളെയും അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ആമേൻ.